ആ സഹിഷ്ണുതയ്ക്ക് അപ്പുറം ഒരു മനസ്സിലാക്കലാണത്. സഹിഷ്ണുത കുറച്ച് കഴിയുമ്പോഴൊക്കെ മാറും. കുറച്ച് കഴിയുമ്പോൾ സഹിഷ്ണുത പോട്ടെ പോട്ടെ എന്ന് വെച്ചതൊക്കെ മാറി കുറച്ച് കഴിയുമ്പോൾ പൊട്ടിത്തെറിയിൽ അവസാനിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട്, കുറവും കഴിവും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് ജീവിക്കുമ്പോഴാണ് സ്നേഹത്തിൽ മുന്നോട്ട് ജീവിക്കാനായിട്ട് സാധിക്കുക. നമ്മൾ ഈ സ്നേഹത്തിന് വേണ്ടി സഹിച്ച ഒരു വ്യക്തിയെ നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പൂർവ്വപിതാവായ യാക്കോബ്. യാക്കോബിൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ യാക്കോബ് ഏസാവിനെ പറ്റിക്കുന്നു. ഏസാവിനെ പറ്റിച്ച് ഓടിപ്പോരുകയാണ്. ഓടിപ്പോന്ന് ലാബാൻ്റെ അരികിലേക്കാണ്, തൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ അരികിലേക്കാണ് ഓടിയെത്തുന്നത്. അവിടെ എത്തുമ്പോൾ ലാബാൻ്റെ അരികിലെത്തുന്നു. ലാബാനെ അരികിലെത്തി ലാബാന് വേണ്ടി ജോലി ചെയ്യാനായിട്ട് യാക്കോബ് തയ്യാറെടുക്കുകയാണ്. ലാബാന് രണ്ട് മക്കളുണ്ട്. ലാബാന് രണ്ട് മക്കൾ. മൂത്തവളുടെ പേര് ലയ, രണ്ടാമത്തവൾ റാഹേൽ. യാക്കോബിനെ റാഹേലിന് ഇഷ്ടമായി. തിരുവചനത്തിൽ പറയുന്നു, ഉൽപ്പത്തിയുടെ പുസ്തകം 29-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ ലയായുടെ കണ്ണുകൾ മങ്ങിയവയായിരുന്നു, റാഹേലാകട്ടെ സുന്ദരിയും വടിവത്തവളുമായിരുന്നു. അതുകൊണ്ട് തന്നെ യാക്കോബിനെ ഇളയവളെ ഇഷ്ടമായി, റാഹേലിന് ഇഷ്ടമായി. അങ്ങനെ ഇഷ്ടമായപ്പോൾ യാക്കോബ് പിതാവായിട്ടുള്ള റാഹേലിൻ്റെ പിതാവായിട്ടുള്ള രണ്ടുപേരുടെയും പിതാവായിട്ടുള്ള ലാബാനോട് പറയുന്ന വാചകം നമ്മൾ വായിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 29-ാം അധ്യായം 18-ാം തിരുവചനം. അങ്ങയുടെ ഇളയ മകളായ റാഹേലിന് വേണ്ടി 7 കൊല്ലം അങ്ങയുടെ കീഴിൽ ഞാൻ ജോലി ചെയ്യാം. 7 കൊല്ലം ലാബാൻ സമ്മതിച്ചു. എന്നിട്ട് നമ്മൾ വായിക്കുന്നു അടുത്ത തിരുവചനത്തിലെ ഉൽപ്പത്തി 29:20. ഇതാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇതാണ് സ്നേഹം. 29:20. അങ്ങനെ റാഹേലിന് വേണ്ടി യാക്കോബ് 7 കൊല്ലം പണിയെടുത്തു. അവളോടുള്ള സ്നേഹം മൂലം ആ വർഷങ്ങൾ ഏതാനും നാളുകളായി അവന് തോന്നിയുള്ളൂ. അവളോടുള്ള സ്നേഹം മൂലം ആ വർഷങ്ങൾ ഏതാനും നാളുകളായി അവന് തോന്നിയുള്ളൂ. അവ ജോലിയായിട്ട് തോന്നിയില്ല. കഷ്ടപ്പാടായിട്ട് തോന്നിയില്ല. കഷ്ടം ഇഷ്ടത്തോടു കൂടി സ്വീകരിക്കലായി. നല്ല കഷ്ടപ്പാടായിരുന്നു. നമ്മൾ പിന്നീടത് കാണുന്നുണ്ട്. യാക്കോബിൻ്റെ ജീവിതം അത്ര സുഖകരമായ ജീവിതമായിരുന്നില്ല. ലാബാൻ്റെ അടുത്ത് നല്ല കഷ്ടപ്പാടായിരുന്നു. നമ്മൾ കാണുന്നുണ്ട് പിന്നീടുള്ള ഭാഗങ്ങളിൽ. അങ്ങനെ 7 കൊല്ലം ജോലി ചെയ്ത് കഴിയുമ്പോൾ വിവാഹ ദിവസമായി. വിവാഹം കഴിച്ച് ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായേ തൻ്റെ മണവറയിൽ വന്നിട്ടുള്ളത് താൻ സ്നേഹിച്ച റാഹേലല്ല, മൂത്തവളായ ലയാണ്. അപ്പോൾ പറ്റിക്കപ്പെട്ടു. ഏതായാലും ഏസാവിനെ പറ്റിച്ച് പോകുന്നതല്ലേ, ജീവിതത്തിലും ഒരു പറ്റിക്കലായി. പക്ഷേ റാഹേലിനെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല. വീണ്ടും 7 കൊല്ലം ലാബാൻ്റെ കീഴിൽ തനിക്ക് ഇഷ്ടം തോന്നിയ, സ്നേഹം തോന്നിയ റാഹേലിന് വേണ്ടി. ആ 7 കൊല്ലം കഴിഞ്ഞ് റാഹേലിൻ്റെ വിവാഹം കഴിഞ്ഞ് വീണ്ടും 6 കൊല്ലം. കാരണം 2 ഭാര്യമാരുണ്ട്. അത് ആ കാലഘട്ടമാണ് കേട്ടോ. മക്കളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ജീവിക്കണമെങ്കിൽ തനിക്കും എന്തെങ്കിലുമൊക്കെ വേണം. ആടുമാടുകൾ വേണം. അങ്ങനെ ആടുമാടുകളൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകാൻ വേണ്ടി ലാബാൻ്റെ കീഴിൽ ജോലിയെടുക്കുന്ന 6 വർഷത്തോളം ജോലിയെടുക്കുന്ന, അത് ഇച്ചിരി സൂത്രത്തോടു കൂടിയാണ് യാക്കോബ് ജോലി ചെയ്യുന്നത്. നല്ല ബുദ്ധിശാലിയാണ്. അത് ഈ ആടുകളൊക്കെ ഇണചേരുന്നതൊക്കെ കൃത്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി നിർത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ യാക്കോബിൻ്റെ ആടുകളൊക്കെ നല്ല ആടുകളും ലാബാൻ്റെ ആടുകൾ കുറേ മെലിഞ്ഞ ആടുകളുമായി. അത് ലാബാന് മനസ്സിലായി. അപ്പം അങ്ങനെ മനസ്സിലായി ഇനി തന്നെ ലാബാൻ വധിക്കുമോ എന്നുള്ളൊരു പേടി തോന്നിയപ്പോൾ യാക്കോബ് എല്ലാവരെയും കൂട്ടി ഓടിപ്പോരുന്നുണ്ട്. ഓടിപ്പോരുന്ന യാക്കോബിനെ ലാബാൻ പിന്തുടർന്ന് പിടിക്കുമ്പോഴാണ് യാക്കോബ് താൻ അനുഭവിച്ചിട്ടുള്ള ആ ജോലിയുടെ ദുരന്ത അവസ്ഥ വിവരിച്ച് പറയുന്നത്. ഈ 7+7+6 20 കൊല്ലം അങ്ങേക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്തു. തിരുവചനത്തിൽ പറയുന്നത് നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. 31-ാം അധ്യായം ഉൽപ്പത്തി 31, 38 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങൾ. 20 കൊല്ലം ഞാൻ അങ്ങയുടെ കൂടിയായിരുന്നു. ആ 20 കൊല്ലം എന്ന് പറഞ്ഞാൽ 7 കൊല്ലം ലയയ്ക്ക് വേണ്ടി, അടുത്ത 7 കൊല്ലം റാഹേലിന് വേണ്ടി, പിന്നത്തെ 6 കൊല്ലം ആടുകൾക്ക് വേണ്ടി. എന്നിട്ട് അങ്ങയുടെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ഗർഭഛിദ്രം സംഭവിച്ചിട്ടില്ല. അങ്ങയുടെ മുട്ടാടുകളെ ഞാൻ കൊന്നു തിന്നിട്ടില്ല. കാട്ടുമൃഗങ്ങൾ കടിച്ചു കീറിയവയെ ഞാൻ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടില്ല. ആ നഷ്ടം ഞാൻ തന്നെ സഹിച്ചു.
രാത്രിയിലോ പകലോ കളവ് പോയവയ്ക്കോ അങ്ങ് എന്നിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കിയിരുന്നു. ഇതൊക്കെ ചെയ്തിട്ടും കർത്താവ് യാക്കോബിനെ അനുഗ്രഹിച്ചു. യാക്കോബിൻ്റെ ബുദ്ധി ഉണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ സ്ഥിതി. ശ്രദ്ധിക്കുക, പകൽ ചൂടും രാത്രി തണുപ്പും എന്നെ കാർന്നു തിന്നു. ഉറക്കം എൻ്റെ കണ്ണുകളിൽ നിന്ന് ഓടിയകന്നു. ഇതാണ്, ഇങ്ങനെയുള്ള ജീവിതമാണ് ഏതാനും ദിവസങ്ങളായിട്ട് തോന്നിയുള്ളൂ എന്ന് യാക്കോബ് പറയുന്നത്. അതാണ് സ്നേഹം. ഇങ്ങനെയുള്ള ജീവിതമാണ് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. അതാണ് സ്നേഹത്തിൻ്റെ ഒരു റിലേറ്റിവിറ്റി. 7 വർഷം ഏതാനും ദിവസങ്ങളായിട്ട് മാറാം. ആൽബർട്ട് ഐൻസ്റ്റൈന്, ഞാൻ ഫിസിക്സും കൂടി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉണ്ട്. അത് ആപേക്ഷിക സിദ്ധാന്തമാണ്. അത് സയൻസാണ്. സ്പേസും ടൈമും തമ്മിലുള്ള ബന്ധമാണ്. പക്ഷേ സ്നേഹത്തിൻ്റെ ജീവിതത്തിലും ഒരു റിലേറ്റിവിറ്റി ഉണ്ട്. ആ റിലേറ്റിവിറ്റിയാണ് നമ്മളിവിടെ കണ്ടത്. 7 വർഷക്കാലം ഏതാനും ദിവസങ്ങൾ മാത്രമായിട്ട് തോന്നാം. ഇത് തിരിച്ചുണ്ടാവൂട്ടാ. ഈ സ്നേഹമില്ലെങ്കിൽ ഏതാനും ദിവസം വലിയ വർഷങ്ങളായിട്ടും തിരിച്ചു തോന്നും. അതാണ് സ്നേഹത്തിൻ്റെ ഒരു റിലേറ്റിവിറ്റി. പ്രിയമുള്ളവരെ, സ്നേഹത്തിൽ ജീവിക്കുമ്പോഴാണ് കഷ്ടപ്പാടുകൾ പലതും ഇഷ്ടമായിട്ട് കഷ്ടപ്പെട്ട് ചെയ്യുന്നതിന് പകരം ഇഷ്ടത്തോടു കൂടി ചെയ്യാനായിട്ട് സാധിക്കുക. അതേതുമാകട്ടെ, അത് കുടുംബജീവിതത്തിലാകട്ടെ, നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിലാകട്ടെ, ജോലി മേഖലകളാകട്ടെ, കഷ്ടപ്പെട്ടല്ല, ഇഷ്ടപ്പെട്ട് ജീവിക്കുക. ഇഷ്ടപ്പെട്ട്, ഈശോ അതാ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജോലികൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നതിന് പകരം യു ലവ് ആൻഡ് ഡു ഇറ്റ്. പിള്ളേരുണ്ടെങ്കിൽ പിള്ളേർ പഠിക്കുന്നത് കഷ്ടപ്പെട്ട് പഠിക്കുന്നതിന് പകരം ഇഷ്ടപ്പെട്ട് പഠിച്ചു നോക്കിയേ. യു വിൽ എൻജോയ് ഇറ്റ്. ഈ ജീവിതം ഈശോ നമ്മളോട് പറയുന്നത്, ഈശോ ഏൽപ്പിച്ചിട്ടുള്ള ജോലികൾ സന്തോഷത്തോടെ, യു എൻജോയ് ആൻഡ് ഡു ഇറ്റ്, സന്തോഷത്തോടെ. അങ്ങനെ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം അവിടെ ഉണ്ടാകും. അത് ഭാരമായിട്ട് തോന്നില്ല. പലപ്പോഴും ഇപ്പോൾ ആൾക്കാർ ഭാരമാണ്, ഒക്കെ കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ സ്നേഹത്തിൽ വളരേണ്ടതുണ്ട്. പ്രിയമുള്ളവർ, ഈ സ്നേഹത്തിൽ ആഴപ്പെട്ട് വളരേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങൾ, ക്രൈസ്തവ കുടുംബങ്ങൾ ആ സ്നേഹത്തിൽ വളരുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന ചെയ്ത് നോക്കണം. ഈശോ ആഗ്രഹിക്കുന്ന ആ സ്നേഹത്തിലാണോ കുടുംബങ്ങളുള്ളത്? വിശുദ്ധ ചാവറ പിതാവ് പറയുന്നുണ്ട്, ആകാശമോക്ഷത്തിന് സദൃശ്യമാകണം ഓരോ ക്രൈസ്തവ കുടുംബവും. എന്ന് വെച്ചാൽ സ്വർഗതുല്യമായ സന്തോഷവും സമൃദ്ധിയും അനുഗ്രഹവും കൃപയും ക്രൈസ്തവ ജീവിതത്തിലുണ്ടാകണം. ആ സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിറവാണോ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നത്? പലപ്പോഴും എനിക്ക് തോന്നുന്നത് കല്യാണമൊക്കെ ഉറപ്പിക്കുന്ന അവസരത്തിൽ വലിയ സന്തോഷമാണ്. കല്യാണമൊക്കെ ഉറപ്പിക്കുന്നതും ചിലപ്പോൾ ഉറപ്പിക്കുന്നതിനേക്കാളും മുമ്പും, ഇപ്പോൾ ഒക്കെ അങ്ങനെയല്ലേ, ചിലപ്പോഴൊക്കെ ഒക്കെ വലിയ സന്തോഷമാണ്, വലിയ സ്നേഹമാണ്. ഉറപ്പിച്ച് കഴിയുമ്പോഴും സ്നേഹം തന്നെയാണ്. മനസ്സമ്മതമൊക്കെ ആകുമ്പോഴേക്കും സ്നേഹം കൂടി വരാണ്. കല്യാണത്തിൻ്റെ അന്നും സ്നേഹമാണ്. കല്യാണം കുറച്ച് കഴിഞ്ഞാൽ ആ സ്നേഹം എക്സ്പൊണൻഷ്യലി കുറയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ വിവാഹമെന്ന കുദാശ സ്വീകരിച്ച് ഭാര്യയും ഭർത്താവുമായി തീരുന്നതോടുകൂടെ ആ സ്നേഹത്തിൽ ഇനി ആഴപ്പെടാൻ വേണ്ട. അത് എത്ര ആഴപ്പെട്ടാലും കഴിയാത്ത രീതിയിൽ ആഴപ്പെടാൻ വേണ്ട. പക്ഷെ പലപ്പോഴും അച്ഛനങ്ങോട്ട് വെഞ്ചരിച്ച് കഴിയുന്നതോടുകൂടെ കല്യാണത്തിൻ്റെ അന്ന് അതോടുകൂടി എന്തൊരു കുറവുണ്ടാവണ പോലെ ഉണ്ടാവുക. അതെന്താ അങ്ങനെ ഒരു വിരോധാഭാസം എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം ഇതിനോട് ചേർത്ത് പറയാനായിട്ടുള്ളത്, പണ്ടത്തെ കാലങ്ങളിലൊക്കെ കല്യാണ ദിവസം, വിവാഹ ദിവസം അന്ന് തൊട്ടേ സ്നേഹം തുടങ്ങിയിരുന്നുള്ളൂ. മനസ്സമ്മതവും ഒന്ന് കാണലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഉറപ്പിക്കുമ്പോഴേക്കും നമ്മൾ അതിന് മുമ്പ് തന്നെ കല്യാണം കഴിഞ്ഞ പോലെയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിവാഹ ദിവസമാണ് ഭാര്യയും ഭർത്താവുമൊക്കെ ആകുന്നത്. ആ കാര്യം വിവാഹത്തിനൊരുങ്ങുന്നവരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. വിവാഹ ദിവസമാണ്, കല്യാണത്തിൻ്റെ ദിവസമാണ്, മനസ്സമ്മതത്തിൻ്റെ ദിവസമല്ല. ആഘോഷമൊക്കെ മനസ്സമ്മതത്തിനുണ്ടാവും, അതൊക്കെ ഉണ്ടായിക്കോട്ടെ. അതൊന്നും അച്ഛൻ എതിർപ്പ് പറയുന്നില്ല. അതൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ, ഉചിതമായ രീതിയിൽ അതിൻ്റെ ലാളിത്യത്തോടു കൂടി ചെയ്യുക. പക്ഷേ
കൗദാശികമായിട്ട് ഭാര്യയും ഭർത്താവുമായിട്ട് തീരുന്നത് മനസ്സമ്മതത്തിൻ്റെ ഒത്തുകല്യാണത്തിൻ്റെ അന്നല്ല. അല്ല, അതാകുന്നത് വിവാഹ ദിവസമാണ്. അന്നേ നിങ്ങൾ ഭാര്യയും ഭർത്താവും ആകുന്നുള്ളൂ എന്നുള്ള കാര്യം കൃത്യമായിട്ട് തിരിച്ചറിയുക. അന്ന് തൊട്ട് ഈ സ്നേഹത്തിൽ അങ്ങോട്ട് ആഴപ്പെടണം. ആ ആഴത്തിലെ, ആ സ്നേഹത്തിൻ്റെ ജീവിതത്തിലെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും ആ സ്നേഹത്തിലെ ആഴപ്പെടണമെങ്കിൽ യു ഷുഡ് നോ ദ കോസ്റ്റ് ഓഫ് റിലേഷൻഷിപ്പ്. അത് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ മാത്രമല്ല കേട്ടോ, ഏത് കുടുംബ ബന്ധമായാലും ജോലി മേഖലകളിലെ ബന്ധങ്ങളായാലും ദർ ഇസ് എ കോസ്റ്റ് ഫോർ റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പിനൊരു ത്യാഗമുണ്ട്, അതിലൊരു സഹനമുണ്ട്. ആ സഹനം ഏറ്റെടുക്കുമ്പോഴാണ് നമുക്ക് വിവാഹ ജീവിതത്തിലായാലും മറ്റ് ബന്ധങ്ങളിലായാലും സ്നേഹത്തിൽ ആഴപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. 100% എല്ലാ കഴിവുള്ള ഒരു ഭർത്താവും ഇല്ല, അതുപോലത്തെ ഒരു ഭാര്യയും ഇല്ല. കഴിവുകളുണ്ട്, കുറവുകളുമുണ്ട്. ആ കഴിവും കുറവും മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് സ്നേഹത്തിൽ ആഴപ്പെടാനായിട്ട് സാധിക്കുക. ഇതൊരു സഹിഷ്ണുതയല്ല കേട്ടോ. ദിസ് ഈസ് നോട്ട് ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, മക്കൾക്ക് വേണ്ടിയുള്ളൊരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ല. പലപ്പോഴും പല കുടുംബങ്ങളും ഇന്ന് വേർപിരിയാത്തത് പലപ്പോഴും മക്കൾക്ക് വേണ്ടിയാണ്. സഹിച്ച് ജീവിക്കുകയാണ്. ഈശോ ആഗ്രഹിക്കുന്നതല്ല. ഈശോ ആഗ്രഹിക്കുന്നത് സ്നേഹത്തിൽ ആഴപ്പെട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാനാണ്. അതിനാണ് ഈശോ വിവാഹം എന്നുള്ള കുദാശ സ്ഥാപിച്ചിട്ടുള്ളത്. അതിൽ ജീവിക്കാനായിട്ട്, ആഴപ്പെട്ട് ജീവിക്കാനായിട്ട് ഇടവരണം, അതിനായിട്ട് ഒരുങ്ങണം. അത് മനസ്സിലാക്കിയിട്ട് ഒരുങ്ങണം. അത് ഒരുങ്ങുമ്പോൾ വിവാഹ ജീവിതത്തിൽ ഒരുങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കോസ്റ്റ് ഓഫ് റിലേഷൻഷിപ്പ്. ഒത്തിരി കഴിവും അതുപോലെ കുറവുമുള്ളൊരു വ്യക്തിയാണ് പങ്കാളിയായിട്ട് വരുന്നത്. അത് മനസ്സിലാക്കി പ്രാർത്ഥിച്ച് അംഗീകരിച്ച് സ്വീകരിക്കുമ്പോഴാണ് സ്നേഹത്തിൽ ആഴപ്പെട്ട് സ്നേഹത്തിൽ വേരുവാകി ജീവിക്കാനായിട്ട് സാധിക്കുക. അങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനായിട്ടുള്ളത്, നിങ്ങളിങ്ങനെ സ്നേഹത്തിൽ ആഴപ്പെടുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റ്, ഭാര്യാഭർത്തൃ ബന്ധം അത് ആഴത്തിലുള്ളതാണോ എന്ന് അറിയാനായിട്ടുള്ള ടെസ്റ്റ്, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കുറ്റം നിങ്ങൾ പറയുന്നുണ്ടോ വേറെ ആൾക്കാരോട്? തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഈശോയോട് പറയാം. ഈശോ അല്ലാതെ കുമ്പസാരത്തിലും അതിലൊക്കെ പറയാം കേട്ടോ, ഈശോയോട് പറയാം. അതല്ലാതെ നിങ്ങൾ വേറെ ആൾക്കാരോട് പറയുന്നുണ്ടോ? നിങ്ങൾ വേറെ ആൾക്കാരോട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നില്ല. പൗലോസ്ലീഹ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 28-ാം തിരുവചനം. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. അപ്പോൾ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്നത്, വെറുക്കുന്നുണ്ടെങ്കിൽ സ്വയം വെറുക്കുന്നത്. മലർന്ന് കിടന്ന് തുപ്പരുത്. ഇതാണ് പൗലോസ്ലീഹ പറയണത്. കുറ്റം പറച്ചിൽ മലർന്ന് കിടന്ന് തുപ്പല. നിങ്ങളുടെ ജീവിത പങ്കാളിയെ യഥാർത്ഥത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറ്റം പറയില്ല. കുറവുകളുണ്ട്. എനിക്കറിയാവുന്നൊരു ചേട്ടനും ചേച്ചിയുണ്ട്. എനിക്ക് നല്ല പരിചയമുള്ളവരാണ്. ഞാനൊരിക്കൽ അവിടെ ചെന്ന് അവരുടെ കൂടെ സംസാരിക്കുന്ന സമയത്ത് ഈ ചേട്ടനറിയാവുന്ന ദൈവവചനം ചേട്ടൻ എന്നോട് പറഞ്ഞു. ചേട്ടൻ 2 ദൈവവചനങ്ങളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാനത് പ്രത്യേകിച്ച് ഈ ടോക്കിൻ്റെ ഇടയിൽ എനിക്ക് ഓർമ്മ വരാൻ കാരണം, ഈ ടോക്കിൻ്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞ ദൈവവചനമാണ് ഈ ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവവചനം. പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 7-ാം വാക്യം. സ്നേഹം എല്ലാം സഹിക്കുന്നു. ചേട്ടൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. അതുകൊണ്ട് എൻ്റെ ഭാര്യ എന്നെ സഹിക്കണം, അവളെന്നെ സഹിക്കണം. ചേട്ടൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. ചേട്ടൻ ബൈബിൾ പണ്ഡിതനാണ്, അതുപോലെ ചേട്ടൻ പറയണത്. അതുകൊണ്ട് അവൾ സഹിക്കട്ടെ, അവളെന്നെ സ്നേഹിക്കുന്നു എന്നല്ല പറഞ്ഞത്, അവൾ എന്നെ സഹിക്കട്ടെ. ഇങ്ങനെ സഹനമായിട്ട് നടക്കുന്ന കുറേ പേരുണ്ട്. അങ്ങനെ സഹനം കൊടുക്കാനല്ല. എൻ്റെ ജീവിതം ചില മാറ്റങ്ങൾക്ക് വിധേയമാകണമെങ്കിൽ എൻ്റെ ജീവിതത്തിലൊരു പോളിഷിങ് സംഭവിക്കണം. ആ പോളിഷിങ് നമുക്കറിയാലോ. ഒരു കല്ലേ അത് ഉരുണ്ട് തട്ടി മിനുസപ്പെട്ട് ഒരു മിനുസം സംഭവിക്കണം. ആ മിനുസം സംഭവിക്കണം വിവാഹ ജീവിതത്തിൽ. ദാറ്റ് ഈസ് എ കോസ്റ്റ് ഓഫ് റിലേഷൻഷിപ്പ്. ആ പരസ്പരം മനസ്സിലാകുമ്പോൾ ഒരു മിനുസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം.
എങ്കിലേ നിങ്ങളുടെ ജീവിതം സന്തോഷപ്രദമാകും. ഇനി ചേട്ടന് ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ തിരുവചനം എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം, ബൈബിളൊക്കെ കൃത്യം ഉദ്ധരിച്ചിട്ട് എന്നോട് പറയണേ. എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 5-22 തിരുവചനം, ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. അച്ഛാ, ഞാൻ എന്ത് പറഞ്ഞാലും അവൾ കേൾക്കണ്ടേ? ദൈവവചനമാണ് ഞാൻ പറഞ്ഞേ, ഞാൻ എന്ത് പറഞ്ഞാലും അവൾ കേൾക്കണ്ടേ? അപ്പോൾ പെട്ടെന്ന് ഞാനൊന്ന് പകച്ചു. ഞാൻ ആ ബൈബിള്, പിന്നെ ദൈവം അങ്ങനെയാണല്ലോ പ്രവർത്തിക്കണേ. ഞാൻ തിരുവചനം എടുത്തൊന്ന് തുറന്നു. തിരുവചനം എടുത്ത് തുറന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് ഇത് കഴിഞ്ഞിട്ട് പൗലോസ്ലീഹ എഴുതിയത് ഉടനടി, ഇത് കഴിഞ്ഞിട്ട് ഭാര്യമാർക്ക് എഴുതിയത് കഴിഞ്ഞിട്ട് ഉടനെ ഭർത്താക്കന്മാർക്ക് എഴുതിയത് ഞാൻ കണ്ടു. എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 5-25 തിരുവചനം, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അല്ല ചേട്ടനൊരു കാര്യം ചെയ്യേ, ചേട്ടന് ഇഷ്ടപ്പെട്ട എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 5-22 കൂടെ ചേട്ടൻ ഇനി എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 5-25 കൂടി ചേട്ടനൊന്ന് പഠിക്കണം. ചേട്ടന് ഈ വിധേയത്വം കിട്ടും, പേടിക്കേണ്ട. ചേട്ടൻ ഇതുപോലെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? ക്രിസ്തു സഭയെ സ്നേഹിച്ച പോലെ സ്നേഹിക്കണം. ക്രിസ്തു സഭയെ എങ്ങനെ സ്നേഹിച്ചേ? ക്രിസ്തു സഭയെ എങ്ങനെ സ്നേഹിച്ച് തന്നെ തന്നെ സമർപ്പിച്ച്, കുരിശിലെ തന്നെ തന്നെ സമർപ്പിച്ചേ സഭയ്ക്ക് വേണ്ടി. അതുപോലെ സ്നേഹിക്കുന്നുണ്ട് ഭാര്യയ്ക്ക് വേണ്ടി. സ്വന്തം കാര്യം നടക്കാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ? എൻ്റെ പ്രിയമുള്ളവരെ, ദ കോസ്റ്റ് ഓഫ് റിലേഷൻഷിപ്പ് ഇങ്ങോട്ട് കിട്ടുന്നതല്ല സ്നേഹം, കൊടുക്കുന്നതാണ് സ്നേഹം. ഇങ്ങോട്ട് കിട്ടുന്നതല്ല, കൊടുക്കുന്നതാണ് സ്നേഹം. കൊടുത്തു കഴിയുമ്പോഴാണ് സ്നേഹത്തിൽ ആഴപ്പെടാനായിട്ട് സാധിക്കുക. അവിടെ ത്യാഗമുണ്ട്. ആ ത്യാഗത്തിൻ്റെ ആഴങ്ങളുണ്ട്. ഒരു ജീവിതം മുഴുവൻ സമർപ്പിക്കലുണ്ട്. സ്വന്തം ജീവിതം തന്നെ വിട്ടുകൊടുക്കലുണ്ട്. സ്വന്തം ജീവിതം തന്നെ, അതെല്ലാ ബന്ധങ്ങളിലുമുണ്ട്. മക്കൾക്ക് വേണ്ടി അങ്ങനെ ജീവിച്ചിട്ടുള്ള മാതാപിതാക്കളുണ്ട്. മക്കൾക്ക് വേണ്ടി, ഒരു മകന് വേണ്ടി അങ്ങനെ കണ്ണീരൊഴുക്കി 17 വർഷം പ്രാർത്ഥിച്ച ഒരമ്മയുണ്ട്. വേദപാരംഗതനായിട്ട് അഗസ്തീനോസ് പുണ്യവൻ മാറിയത് 17 വർഷം. ബ്രഹ്മച്ചി മോണിക്ക, വിശുദ്ധ മോണിക്ക ആ മകന് വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. ആ കണ്ണുനീരിൻ്റെ മകനാണ് അഗസ്തീൻ. അങ്ങനെയാണ് വിശുദ്ധ അഗസ്തീനായി വേദപാരംഗതനായിട്ട് സഭയുടെ വലിയ ഒരു തിയോളജിയനായിട്ട് രൂപാന്തരപ്പെടുന്നത്. ഇതേത് റിലേഷൻഷിപ്പിലുണ്ട്. ത്യാഗെടുത്ത് സഹിച്ച് പ്രാർത്ഥിക്കലേ, ത്യാഗെടുത്ത് സ്വയം ജീവിതം വിട്ടുകൊടുക്കലേ, അങ്ങനെയുള്ള ജീവിതം, അതാണ് സ്നേഹത്തിൻ്റെ ആഴപ്പെടൽ. എൻ്റെ പ്രിയമുള്ളവരെ, ആഴത്തിലേക്ക് പ്രവേശിക്കാനായിട്ട്, സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് സ്നേഹത്തിൽ ഊന്നിയ, സ്നേഹത്തിൽ നിറഞ്ഞൊരു ജീവിതമായിട്ട് നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുക. ഞാനൊരിക്കലേ ഒരു വീട്ടിൽ ചെന്നപ്പോൾ, ആ വീട്ടിൽ പ്രായം ചെന്ന അമ്മച്ചി കിടക്കുകയാണ്. നല്ല അമ്മച്ചിയാണ്, നന്നായിട്ട് നോക്കുന്നുണ്ട്. മരുമോളും മോനും നന്നായിട്ട് നോക്കുന്നുണ്ട്, ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഈ അമ്മച്ചി ഞങ്ങളുടെ കൂടെ സംസാരിക്കുമ്പോൾ കുറ്റം പറയാണ്, മോളെക്കുറിച്ച് കുറ്റം പറയാണ്. മുഴുവൻ ഓർമ്മയില്ല. പക്ഷേ മരുമോള് പറഞ്ഞ വാചകം എൻ്റെ മനസ്സിലുണ്ട്. അമ്മ നല്ല അമ്മയാണ്. ഞാൻ ഈ വീട്ടിലൊക്കെ വന്നപ്പോൾ എന്നെ സ്നേഹത്തോടു കൂടി കൊണ്ടുവന്ന അമ്മയാണ്. ഇപ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നത് അമ്മയുടെ ഓർമ്മയില്ലാത്ത കാരണം വെച്ചാൽ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് വിഷമമില്ല. അതാണ് സ്നേഹം. തന്നെക്കുറിച്ച് പോലും കുറ്റങ്ങൾ പറയുമ്പോൾ അത് സ്നേഹത്തോടെ സ്വീകരിച്ച്, അത് മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ടാകാൻ ചിലപ്പോൾ. അതുണ്ടായാലും അവിടെ കുറ്റമില്ലാതെ, കുറവില്ലാതെ, എന്നിട്ടും ചേർത്ത് പിടിക്കുന്ന, തൻ്റെ ഭർത്താവിൻ്റെ അമ്മയെ ചേർത്ത് പിടിക്കുന്ന ആ അമ്മയിൽ സ്നേഹമുണ്ട്. സ്നേഹമെല്ലാം സഹിക്കുന്നു. ഞാനൊരു പുണ്യവതിയുടെ കാര്യം നിങ്ങളോട് പറയട്ടെ. സെൻറ്റ് ജിയന്ന ബെറേട്ട മോള, ഇറ്റലിക്കാരിയാണ്. 1922 ജനിക്കുന്നത്. ഇറ്റലിക്കാരിയാണ്, മിടുക്കത്തിയാണ്, നന്നായിട്ട് പഠിക്കുന്നു. പഠിച്ച് മിടുക്കത്തിയായിട്ട് ഡോക്ടറാകുന്നു, മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നു. മിലാനിൽ വെച്ചൊരു മെഡിക്കൽ വിദ്യാർത്ഥിയായിട്ട് 1949 യൂണിവേഴ്സിറ്റി ഓഫ് പവിയ അവിടെ ഒരു മെഡിസിൻ സർജറി അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നു. പ്രത്യേകിച്ചും പീഡിയാട്രിക്സ്, കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ സ്പെഷ്യലൈസ്ഡാണ്. 1952 അങ്ങനെ കുഞ്ഞുങ്ങളെ കൂടുതലായിട്ട് ശുശ്രൂഷിക്കാനായിട്ടുള്ള സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നു.
അതോടൊപ്പം തന്നെ ഒരു മെഡിക്കൽ ഡോക്ടറാണെങ്കിലും വിൻസെൻ്റ് പോൾ സൊസൈറ്റിയിൽ വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്നു. സഹോദരൻ ബ്രസീലിലൊരു വൈദികനാണ്. അപ്പോൾ അവിടെ പോയി ബ്രസീലിൽ പോയിട്ട് പാവപ്പെട്ട സ്ത്രീകളെ, പ്രത്യേകിച്ചും ഗൈനക്കോളജി ആ മേഖലയിൽ ശുശ്രൂഷിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷേ തൻ്റെ അനാരോഗ്യം അതിനനുവദിക്കുന്നില്ല ജിയന്നായെ. പിന്നീട് 1955 ഒരു എഞ്ചിനീയറായ പിയാട്രോ മോളയെ കണ്ടുമുട്ടുന്നു. അവരിഷ്ടത്തിലാകുന്നു, വിവാഹം കഴിക്കുന്നു. എന്നിട്ട് ജിയനയുടെ പ്രസിദ്ധമായൊരു വാചകമുണ്ട്, ലവ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സെൻറ്റിമെൻറ്റ് ദ ലോർഡ് ഹസ് പുട്ട് ഇൻ ടു ദ സോൾ ഓഫ് എ മാൻ ആൻഡ് എ വുമൺ. സ്നേഹമാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു വികാരം ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും ഹൃദയത്തിലേക്ക് ഇടുന്നത് ദൈവം നൽകുന്നതാണ് എന്നാണ് ജിയന പറയുന്നത്. 3 മക്കൾ അവർക്ക് ജനിക്കുന്നുണ്ട്. അങ്ങനെ നല്ല അമ്മയായിട്ട്, നല്ലൊരു ഭാര്യയായിട്ട്, നല്ലൊരു ഡോക്ടറായിട്ട് ആ സ്ത്രീയുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ 4ാമത്തെ കുഞ്ഞ് ഗർഭസ്ഥയാകുന്നു. ഡോക്ടറാണല്ലോ, അവർ തന്നെ ഒരു ഡോക്ടറാണ്. പക്ഷെ ചെറുതായിട്ട് ട്യൂമർ ഉണ്ടെന്ന് മനസ്സിലാകുന്നു. അപ്പോൾ ഡോക്ടർ എന്നുള്ള രീതിയിൽ ദർ ഇസ് എ റിയലിസ്റ്റിക് ചാൻസ് ആ കുഞ്ഞ് ജനിക്കാനായിട്ട്. അതുപോലെ തന്നെ തനിക്ക് അപകടമുണ്ട്, ഒരു ചെറിയ റിസ്ക് ഫാക്ടർ ഉണ്ട്, പക്ഷേ റിയലിസ്റ്റിക് ചാൻസ് ഉണ്ട് താനും രക്ഷപ്പെടാനായിട്ട് എന്ന് മനസ്സിലാക്കി ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകരുത്. ഒരുപക്ഷെ കുഞ്ഞിന് എന്നേക്കാളും പ്രാധാന്യമുണ്ട് എന്നുള്ളൊരു ചിന്ത ഈ അമ്മയുടെ മനസ്സിലുണ്ടാവുകയാണ്. ഒരുപക്ഷെ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം തിരുവചനം, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഏപ്രിൽ 21, 1962 4ാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നു. പക്ഷേ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ഏപ്രിൽ 28 ഒരാഴ്ച കഴിയുമ്പോൾ മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടായി. ഈ ഡോക്ടറമ്മ മരണമടയാണ്. സ്വന്തം മകൾക്ക് വേണ്ടി ആ അമ്മ ജീവിതം കൊടുക്കുകയാണ്. ഇന്ന് ഗർഭസ്ഥ ശിശുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നൊരു വിശുദ്ധിയാണ് സെൻറ്റ് ജിയന്ന. മകൾ ഇന്നൊരു ഡോക്ടറാണ് കേട്ടോ, അതുപോലെ അത്ഭുതം ഉണ്ടാകുന്നത് ഒരു ബ്രസീലുകാരിയായിട്ടുള്ളൊരു കത്തോലിക്ക സ്ത്രീക്കാണ്. എലിസബത്ത് കൊമ്പാരനി. എംനിയോട്ടിക് ഫ്ലൂയിഡ് ഇല്ലാതിരിക്കുന്ന അവസരത്തിൽ കുഞ്ഞ് മരിക്കും എന്ന് ഡോക്ടർമാർ വിധി എഴുതിയൊരവസ്ഥയാണ്. പക്ഷേ ജിയന പുണ്യവതിയോട് പ്രാർത്ഥിച്ച് ആ കുഞ്ഞിന് ജന്മം നൽകാനായിട്ട് ഈ ബ്രസീലുകാരി അമ്മയ്ക്ക് സാധിച്ചു. എന്നിട്ട് ജോൺ പോൾ 2 മാർപ്പാപ്പ 2004 മെയ് 16-ാം തീയതിയാണ് ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ആദ്യമായിട്ട് വിശുദ്ധ പദവിയിലേക്ക് കത്തോലിക്ക സഭയിൽ പ്രഖ്യാപിക്കുന്നത് ഡോക്ടർ കൂടിയായ സെൻറ്റ് ജിയന്ന. നോക്കൂ, ഇതാണ് സ്നേഹം. സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി പകുത്തു നൽകുന്നൊരു ജീവിതം. അത് സഹനത്തിൻ്റെ ഒരു ജീവിതമാണ്. ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി കഷ്ടപ്പെട്ട് ചെയ്യുന്നതിന് പകരം ഇഷ്ടപ്പെട്ട് ചെയ്യാൻ, സ്നേഹമെല്ലാം സഹിക്കുന്നു, സന്തോഷത്തോടെ ചെയ്യാൻ. ദർ ഇസ് എ കോസ്റ്റ് ഓഫ് റിലേഷൻഷിപ്പ്. നമ്മുടെ കുടുംബ ജീവിതങ്ങൾ ധന്യമാകണമെങ്കിൽ ആ ത്യാഗം ഞാൻ ഏറ്റെടുക്കണം, സന്തോഷത്തോടെ ഞാൻ ഏറ്റെടുക്കണം.